ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറം 4.2 ആണ് പഠിച്ചത് ഇന്നലത്തെ ലൈവിനകത്ത്. അതിനുശേഷമുള്ള ഒരു റിമാർക്കാണ് ഇനിയുള്ളത്. The advantage of theorem 4.2 is that it allows us to replace one generator of a cyclic group with a more convenient one. തിയറം 4.2-നകത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ജനറേറ്റർ വെച്ചിട്ട് മറ്റ് ജനറേറ്ററുകൾ കണ്ടുപിടിക്കാം. For example, if order of A is equal to 30, order of A 30 ആണെന്ന് വിചാരിക്കുക. We have cyclic group generated by A raised to 26 equal to cyclic group generated by A square, comma cyclic group generated by A raised to 23 is equal to cyclic group generated by A. അപ്പൊ ഇത് ആ തിയറത്തിനകത്തുനിന്ന് വരുന്നതാണ്. A raised to ലാസ്റ്റ് നമ്മൾ പഠിച്ചത് അതിനകത്തൊരു പറയാവേ, സ്റ്റേറ്റ്മെന്റിനകത്തുള്ള വരുന്നതാണത്. Cyclic group generated by A raised to K യും cyclic group generated by A raised to GCD of n, K യും സെയിം ആണെന്നാണ് തിയറം 4.2-ൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്റെ ഓർഡർ 30 ആണെങ്കിൽ cyclic group generated by A raised to 26 equal to cyclic group generated by A raised to GCD of n, K എന്നാണ്. അപ്പൊ K ഇവിടെ 26-ഉം n എന്ന് പറയുന്നത് 30-യും ആണ്. അപ്പൊ 30-യുടെയും 26-ന്റെയും GCD ആണ് ഈ 2. അതുകൊണ്ടാണ് ഈക്വൽ ടു cyclic group generated by A square എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് cyclic group generated by A raised to 23 is equal to cyclic group generated by A raised to GCD of 23, 30. 23-യുടെയും 30-യുടെയും രണ്ട് റിലേറ്റീവ് പ്രൈം ആണ്. അപ്പൊ അതിന്റെ GCD എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് അവിടെ A വന്നത്. ഇതേപോലെ A raised to 22-ന്റെ ഗ്രൂപ്പും A സ്ക്വയറിന്റെ ഗ്രൂപ്പും സെയിം ആണ്. A raised to 21-ന്റെ A ക്യൂബിന്റെ സെയിം ആണ്. ഇങ്ങനെ പോകും. അപ്പോ A raised to 21 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ്. അത് A raised to 21 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ തന്നെ മറ്റൊരു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറേറ്റർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന A ക്യൂബ് എന്ന് പറയുന്നത്. അതേപോലെ A raised to 26 കുറച്ച് ഒരു വലിയ പവർ ആണ്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ കൺവീനിയന്റ് ആയ ഒരു A സ്ക്വയർ നമുക്ക് ജനറേറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നതിനകത്തിലെല്ലാം സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോംസിലുള്ള ജനറേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ തിയറം 4.2-ന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. From this we can easily see that order of A raised to 23 is equal to 30 and order of A raised to 22 is 50. അപ്പം A raised to 23-യുടെ ഓർഡറും എയുടെ ഓർഡറും സെയിം ആണ്. കാരണം cyclic generated by A raised to 23 is equal to cyclic generated by A എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഓർഡർ ഓഫ് A raised to 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A സ്ക്വയറിന്റെ ഓർഡർ തന്നെ, രണ്ട് ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട്. A സ്ക്വയറിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഓർഡർ 30 ആണെങ്കിൽ A സ്ക്വയറിന്റെ ഓർഡർ 15 ആണ്. Moreover, if one wants to list the elements of say cyclic generated by A raised to 21, it is easier to list the elements of cyclic generated by A cube instead. അപ്പോൾ നമുക്ക് cyclic generated by A raised to 21-ലെ എലമെന്റ്സ് അറിയണമെങ്കിൽ ഇപ്പൊ എയുടെ ഓർഡർ 30 ആണെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം പറയുന്നത്. A raised to 21-ന്റെ ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്? ഒന്ന് A raised to 21 വരും, പിന്നെ A raised to 21 into A raised to 21, അപ്പൊ A raised to 42. അപ്പൊ മോഡ് 30 എടുക്കുമ്പോൾ, അതായത് A raised to 30 എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണല്ലോ. അപ്പം അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് A raised to 42-നെ A raised to 30 into A raised to 12 എന്ന് എഴുതാം. അപ്പൊ A raised to 12 എന്ന് കിട്ടും. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടാണ് നമുക്ക് A ക്യൂബ് കൊണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഗ്രൂപ്പ് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് ജനറേറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ആപ്ലിക്കേഷൻ. Remark 2. Theorem 4.2 establishes an important relationship between the order of an element in a finite cyclic group and the order of the group. So, Theorem 4.2 establishes an important relationship between the order of an element in a finite group and the order of the group. അപ്പൊ അതിനകത്ത് ഒരു ഓർഡർ ഓഫ് ആൻ എലമെന്റും ഓർഡർ ഓഫ് എ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു റിലേഷൻ കൂടെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? A be an element, then order of A raised to K n by GCD by
Theorem establishes the important relation between the order of an element in a finite cyclic group and the order of the group. അപ്പോൾ ഈ തിയറം 4.2ന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന മറ്റൊരു കാര്യം ഓർഡർ ഓഫ് a raised to k is equal to n by gcd of n comma k എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gcd of n comma k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസർ ഓഫ് n തന്നെയാണ് gcd ആയതുകൊണ്ട്. ഓർഡർ ഓഫ് a raised to k എന്ന് പറഞ്ഞാൽ n by a divisor of n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എനി എലമെന്റ് ഡിവൈഡ്സ് n എന്നാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യം. ഓക്കെ. Corollary 1. Orders of the elements in finite cycle groups. രണ്ട് മൂന്ന് corollaries ഉണ്ട് നമുക്ക് തിയറം 4.2. Orders of the elements in a finite cycle. ഒരു finite cycle ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഓർഡറിനെ കുറിച്ചാണ് corollary 1 പറയുന്നത്. In a finite cycle group, the order of an element divides the order of the group. ഒരു finite cycle ഗ്രൂപ്പിനകത്ത് order of an element divides order of the group. നോക്കാം അതിന്റെ ഒരു പ്രൂഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. Let G be കൊച്ചു പ്രൂഫ് അല്ലെ. G be a cycle group with generator A ആണ്. സൈക്കിൾ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനൊരു ജനറേറ്റർ ഉണ്ടാവും. And at order of a equal n എന്ന് എടുക്കുന്നു. Then for any element a raised to k belongs to G, order of a raised to k എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ G ക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ order of a raised to k equal to n by gcd of n comma k ആണ്. അത് നമുക്ക് കിട്ടുന്ന ആ തിയറം 4.2 നിന്നാണ്, which is a divisor of n. അപ്പൊ അത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. റിമാർക്കിനകത്ത് പറഞ്ഞു അത് തന്നെയാണ്. അതാണ് ഇതിനകത്ത് പ്രൂഫായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പല ടെക്സ്റ്റിലും കുറച്ച് പ്രൂഫ് ആദ്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എല്ലാം കൂടെ ചേർത്തായിരിക്കും ഒന്നുകിൽ ഒരു തിയറം അല്ലെങ്കിൽ കൊറോളറി വരുന്നത്. അപ്പൊ അത് ഇതേപോലെ വന്നതാ. എന്ന് പറയുന്നത് ജിയുടെ ഒരു ജനറേറ്റർ ആണെങ്കിൽ നിയറസ്റ്റ് കെ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ n by gcd of n comma k എന്ന് നമുക്ക് ആ തിയറത്തിൽ നിന്ന് കിട്ടും. ഇനി gcd of n comma k ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലേ എന്നിന്റെ കെയുടെ. ഇപ്പം താഴെ എഴുതിയിരിക്കുന്ന gcd of n comma k എന്ന് പറയുന്നത് എന്റെ ഒരു ഡിവൈസർ ആണെന്ന് പറയും പർട്ടിക്കുലർ. അപ്പൊ എന്നിന്റെ ഒരു ഡിവൈസർ ആണെങ്കിൽ n by അതെന്ന് പറയുന്നത് എന്നിനെ എന്താ gcd of n comma k കൊണ്ട് നമുക്ക് എന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടും, which is a divisor of n. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് എന്താ പറയാം, ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. Corollary 2. Criterion for cyclic generated by a raised to i equal to cyclic generated by a raised to j and order of a raised to i equal to order of a raised to j. അപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വെറും റിസൾട്ടുകളായിട്ട് കാണരുത്. ഇത് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പുകളുടെ എല്ലാ പ്രോപ്പർട്ടികളായിട്ട് മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യങ്ങളും കൂടാണ്. ക്രൈറ്റീരിയൻ ഫോർ സൈക്ലിക് ജനറേറ്റ് ബൈ ഒരു എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തില് രണ്ട് പവർ a raised to i യും a raised to j, ഇതിന്റെ രണ്ടിന്റെയും ഗ്രൂപ്പ്, അതുകൊണ്ട് രണ്ടിന്റെയും സൈക്ലിക് ഗ്രൂപ്പ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, രണ്ടിന്റെയും ഓർഡർ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് ഓർഡർ ഓഫ് a is equal to n. അതൊരു ഈ കൊറോളറി 2ന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അതൊരു ഹെഡിങ് പോലെ ഈ ടെക്സ്റ്റിനകത്തില് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് എല്ലാ തിയറത്തിന്റെയും കൊറോളറിയുടെ എല്ലാം സൈഡിൽ ഒരു ഹെഡിങ് പോലെ അതിനകത്ത് എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പല ടെക്സ്റ്റിലും അത് കാണത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് അങ്ങ് കാണാൻ പഠിക്കും, ശരിക്കും അതിനകത്ത് എന്താ പറഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കത്തില്ല. പക്ഷെ ഇതിനകത്തിലെല്ലാം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു സെന്റൻസിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. അതാണ് ആ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് ഓർഡർ ഓഫ് a is equal to n. Then cyclically generated by a raised to i is equal to cyclically generated by a raised to j if and only if gcd of n comma i is equal to gcd of n comma j, and order of a raised to i is equal to order of a raised to j if and only if gcd of n comma i is equal to gcd of n comma j. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടി ഓർഡർ ഓഫ് a is equal to n ആണ്. അപ്പൊ രണ്ട് പവറുകൾ a raised to a raised to j ന്റെ ഗ്രൂപ്പ് സെയിം ആവണമെങ്കിൽ if and only if gcd of n comma i യും gcd of n comma j യും സെയിം ആയിരിക്കണം. അതേപോലെ ഇതിന്റെ രണ്ടിന്റെ ഓർഡർ സെയിം ആവുന്നത് ഈ gcd of n comma i is equal to gcd of n comma j ആയിരിക്കുന്ന സമയത്താണ്. ഓക്കെ, നമുക്ക് നോക്കാം, പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് തിയറം 4.2 shows that cyclically generated by a raised to i is equal to cyclically generated by a raised to gcd of n comma i എന്ന് നമുക്ക് ഈ തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിനകത്തുനിന്ന് കിട്ടും.
കെയുടെ സ്ഥാനത്ത് ഐ കൊടുത്താൽ മതി. ഇനി കെയുടെ സ്ഥാനത്ത് ജെ കൊടുക്കുമ്പോൾ സൈക്ലിക് ജനറേറ്റഡ് ബൈ എ റെസ്റ്റ് ജെ സീക്വൽ സൈക്ലിക് ജനറേറ്റഡ് ബൈ എ റെസ്റ്റ് ജി സി എഫ് എൻ കോമ ജെ ഇതും കിട്ടും. therefore we need only prove that. അപ്പൊ നമുക്ക് ഈ cyclic generated by a raised to I is equal to cyclic generated by a raised to j if and only if gcd of n comma I is equal to gcd of n comma j എന്ന് കാണിക്കുന്നതിന് പകരം അതിന്റെ റൈറ്റ് സൈഡിൽ ഇപ്പൊ നമുക്ക് രണ്ടിന്റെയും പകരമായിട്ട് കിട്ടിയേക്കുന്നത് എന്താണ്? cyclic generated by a raised to gcd of n comma I equal to cyclic generated by a raised to gcd of n comma j if and only if gcd of n comma I is equal to gcd of n comma j അത് നമുക്ക് കാണിച്ചാൽ മതി. ക്ലിയർലി gcd of n comma I equal to gcd of n comma j രണ്ടിന്റെ gcd സെയിം ആണെങ്കിൽ സോറി അതെ രണ്ടിന്റെയും n comma യുടെയും n comma j യുടെയും gcd സെയിം ആണെങ്കിൽ അതിന്റെ ആ പവർ a raised to gcd of n comma I കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതും a raised to gcd of n comma j കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതും സെയിം ഗ്രൂപ്പ് ആയിരിക്കും. അത് സംശയമില്ലല്ലോ, കാരണം ഒരേ നമ്പർ ആണ് ആ പവറിൽ എഴുതിയിരിക്കുന്നത്. gcd of n comma I equal to gcd of n comma j ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. സൈക്ലിക് ജനറേറ്റഡ് ബൈ a raised to gcd of n comma I equal to സൈക്ലിക് ജനറേറ്റഡ് ബൈ a raised to gcd of n comma j ആണെന്ന് വിചാരിക്കുക. രണ്ട് ഗ്രൂപ്പ് സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഓർഡർ സെയിം ആവുമെന്ന് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കും. Therefore, from the second conclusion of theorem 4.2 we have അപ്പോൾ order of a raised to gcd of n comma I equal to order of a raised to gcd of n comma j ആണെങ്കിൽ order of a raised to gcd of n comma I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. 4.2 നിന്ന് കിട്ടും. അത് എന്ന് പറഞ്ഞാൽ n by gcd of n comma I ആണ്. അതേപോലെ അത് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതിന്റെ ഓർഡർ n by gcd of n comma j ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ gcd of n comma I equal to gcd of n comma j, കാരണം രണ്ടിന്റെ ന്യൂമറേറ്റർ n ആണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഞാൻ ഈ ലൈവ് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ അത് ഒന്നുകൂടെ കേട്ട് നോക്കണം. കേട്ട് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം. Remark: the second part of the corollary follows from the first part and corollary 1 of theorem 4.1. ഇതെങ്ങനെ വന്നേന്ന് താഴെ പറഞ്ഞിരുന്ന corollary 3 generators of finite cycle groups. ഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ്സിന്റെ ജനറേറ്റേഴ്സിനെ കുറിച്ചാണ് ഈ കൊറോളറിയിൽ വരുന്നത്. ഓർഡർ ഓഫ് ഫിസിക്കൽ n ആണെങ്കിൽ then cyclic generated by a equal to cyclic generated by a raised to j if and only if gcd of n comma j is equal to 1 and order of is equal to order cyclic generated by a raised to j if and only if gcd of n comma j equal to 1. അപ്പോൾ ഓർഡർ ഓഫ് a എന്നാണെന്ന് വിചാരിക്കുക. അപ്പോ cyclic generated by a equal to cyclic generated by a raised to j എന്ന് പറഞ്ഞാൽ a കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന അതേ ഗ്രൂപ്പിനെ a raised to j കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നാണ്. അത് if and only if അതിന്റെ കണ്ടീഷൻ ഇതാണ് gcd of n comma j equal to 1 and order of a equal to order of cyclic generated by a raised to j if and only if gcd of n comma j equal to 1. From above corollary 2 we get order of a raised to I equal to order of a raised to j if and only if gcd of n comma I is equal to gcd of n comma j നമുക്ക് corollary 2 നകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് cyclic generated by a is equal to cyclic generated by a raised to j എന്ന്. അപ്പൊ അതിനകത്ത് I ക്ക് പകരം 1 കൊടുക്കുക. Here put I is equal to 1 then cyclic generated by a is equal to cyclic generated by a raised to j if and only if gcd of n comma 1 equal to gcd of n comma I is equal to gcd of n comma j എന്ന് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് I ക്ക് 1 കൊടുത്താൽ മതി. gcd of n comma 1 is equal to gcd of n comma j എന്ന് കിട്ടും. Implies gcd of n comma 1 എന്താണ്? 1 ന്റെ n ന്റെയും greatest common divisor is 1. അപ്പോൾ നമുക്ക് gcd of n comma j is equal to 1 എന്ന് കിട്ടും. Also order of a raised to I is equal to order of a raised to j if and only if gcd of n comma I is equal to gcd of n comma j. അത് put I is equal to 1. ഇവിടെ നമ്മൾ I is equal to 1 കൊടുക്കുന്നു. ഈ ഇടയ്ക്ക് എഴുതിയിരിക്കുന്ന ഈ റിസൾട്ടുകൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ corollary 2 നകത്തുനിന്ന് ആണ്. gcd of n comma I is equal to gcd of n comma j. ഇതിനകത്ത് I is equal to 1 കൊടുക്കുമ്പോൾ order of a is equal to order of a raised to j if and only gcd of n comma 1 is equal to gcd of n comma j എന്ന് കിട്ടും. Implies order of is equal to order of a raised to j if and only gcd of n comma j is equal to 1. gcd of n comma 1 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ടാണ്.
ഓക്കെ. കൊറോളറി ഫോർ ജനറേറ്റേഴ്സ് ഓഫ് ഇസഡ്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് തൊട്ട് മുമ്പ് പഠിച്ചത്. അപ്പൊ അതിന് പർട്ടിക്കുലർ അത് ഇസഡിന് അപ്ലൈ ചെയ്യാൻ പോവാണേ. തൊട്ട് മുമ്പ് പഠിച്ചത്. ആൻഡ് ഇന്റിജർ k in Zn is a generator of Zn if and only if GCD of n, k is equal to 1. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? തൊട്ട് മുമ്പ് സ്റ്റേറ്റ്മെന്റിനകത്ത് പഠിച്ചത് സൈക്ലിക് ജനറേറ്റർ ബൈ എയും സൈക്ലിക് ജനറേറ്റർ ബൈ a ഈക്വൽ ആവുന്ന ഇഫ് ആൻഡ് ഓൺലി GCD of n, j is equal to 1 എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഗ്രൂപ്പ് Zn ആണ് നമ്മുടെ ഗ്രൂപ്പ്. Zn ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഓർഡർ n ആണെന്ന് അറിയാം. 1 ഒരു ജനറേറ്റർ ആണ്. അപ്പം ഇവിടെ വരുന്ന എലമെന്റ്സ് അഡിഷൻ ആണ്. അപ്പൊ 1k എന്ന് പറഞ്ഞാൽ 1k ടൈംസ് ആഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പവർ എടുക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ തിയറം എല്ലാം തൊട്ട് മുമ്പെല്ലാം കൊറോളറികളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇവിടെ അത് അഡിഷൻ ആണ് വരുന്നത്. അപ്പൊ a⁻k, ഇവിടെ a എന്ന് പറയുന്നത് ജനറേറ്റർ ആണെന്ന് വിചാരിക്കും. a ആണല്ലോ നമ്മൾ എല്ലായിടത്തും ജനറേറ്റർ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇസഡിനകത്തിലെ ജനറേറ്റർ ഒരു ജനറേറ്റർ 1 ആണെന്ന് ഇന്നലെ പഠിച്ചായിരുന്നു. അപ്പോൾ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1k ആണ്, അല്ലെങ്കിൽ a⁻k ആണ്. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ by corollary 3, order of A is equal to order of cyclic generated by a⁻j if and only GCD of n, j is equal to 1. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു. ഹിയർ a is equal to 1 ആണ്, a⁻k എന്ന് പറഞ്ഞാൽ k ആണ്. മനസ്സിലായോ? 1 + 1 + etc. k ടൈംസ്. കാരണം ഇവിടുത്തെ ഓപ്പറേഷൻ അഡിഷൻ ആണ്. അഡിഷൻ മോഡുലോ n. 1 is a generator of Zn and therefore k is a generator of Zn if and only if GCD of n, j യുടെ സ്ഥാനത്ത് ഇവിടെ n, k. 1ന്റെ kth പവർ ആണല്ലോ ഈ k എന്ന് പറയുന്നത്. GCD of n, k is equal to 1. Remark, the value of corollary 3 is that once one generator of a cyclic group has been found, all generators of the cyclic group can easily be determined. അപ്പോൾ corollary 3യുടെ ഒരു ഉപയോഗം, ഇതിനകത്തില് corollary 3 വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊറോളറിയാണ്. നമുക്കൊരു ജനറേറ്റർ ഉണ്ടെങ്കിൽ മറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് നോക്കിയാൽ മതി? GCD of n, j. അപ്പൊ a എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ്, അതിന്റെ ഓർഡർ n ആണെന്ന് വിചാരിക്കുക. എയുടെ വേറെ ഏതെങ്കിലും ഒരു പവർ ഇതിന്റെ ഗ്രൂപ്പിലെ, ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിലെ എല്ലാ എലമെന്റ്സും എയുടെ പവർ ആയിരിക്കുമല്ലോ. അപ്പൊ ഏതോ ഒരു a⁻j എന്ന് പറയുന്ന ഒരു പവർ ഇതിന്റെ ജനറേറ്റർ ആണോ എന്നറിയാൻ GCD of n, j is equal to 1 ആണോ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു ജനറേറ്റർ അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ജനറേറ്റേഴ്സ് എഴുതാൻ പറ്റും. For example, consider the subgroup of all rotations in D6. ഇപ്പോൾ D6 നമുക്കറിയാം DN-നകത്ത് വരുന്നത് റൊട്ടേഷൻസും റിഫ്ലക്ഷൻസും ആണ്. അപ്പൊ D6-നകത്തില് 6 റിഫ്ലക്ഷൻസും 6 റൊട്ടേഷൻസും വരും. Clearly one generator in R60. Clearly one generator is R60. ഇപ്പോൾ D6-നകത്തില് 6 റൊട്ടേഷൻസും 6 റിഫ്ലക്ഷൻസും ആണ് ഉള്ളത്. ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് R60. എങ്ങനെ R60 കിട്ടുന്നത്? നമ്മുടെ D6-നകത്തിലെ ആൾക്കാർ റൊട്ടേഷൻസ്, 6 റൊട്ടേഷൻസ് ഏതൊക്കെയാണ്? 360-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 60. അപ്പൊ 60 വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ ആള് R0, പിന്നെ വരുന്ന R60, പിന്നെ വരുന്ന R120, R180, R240, R300, നെക്സ്റ്റ് R360. ഇത്രയും ആൾക്കാരാണ് വരുന്നത്. R360 എന്ന് പറഞ്ഞാൽ വീണ്ടും R0 തന്നെയാണ്. അപ്പൊ അതിനകത്തിൽ ക്ലിയർലി വൺ ജനറേറ്റർ ഈസ് R60. R60 കൊണ്ട് നമുക്ക് എല്ലാവരെയും ജനറേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. സിൻസ് ഓർഡർ ഓഫ് R60 is equal to 6, by corollary 3 we get the only generator is R60 the whole raised to 5. അപ്പൊ ഇവിടെ R60യുടെ ഓർഡർ 6 ആണ്. 6 റൊട്ടേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ 6 എണ്ണത്തിനെ നമുക്ക് ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓർഡർ ഇതിന്റെ 6 ആണ്. ബൈ കൊറോളറി 3 we get the only other generator is. ഇപ്പൊ കൊറോളറി 3-ക്കകത്തുനിന്ന് ഒരു ജനറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് മറ്റ് ജനറേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പവർ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഓർഡറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഒരു പവർ എടുത്താൽ മതി. അതാണല്ലോ അതിനകത്ത് പറഞ്ഞ GCD of n, j is equal to 1 ആണെങ്കിൽ a⁻j യും ഒരു ജനറേറ്റർ ആയിരിക്കും എന്നാണ്.